ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി എന്നും പറയും മടുപ്പെട്ടി എന്നും പറയും, ഏതാണെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനായി. അവിടെ ബോർഡ് മടുപ്പെട്ടി മാട്ടുപ്പെട്ടി രണ്ടുപേരുണ്ട്. ഓക്കെ, മാട്ടുപ്പെട്ടി എന്ന് വിളിക്കാം. നല്ല വ്യൂ ആണ് കേട്ടോ, മലയും കുന്നും. നമ്മൾ ഈ പടം വരയ്ക്കുമ്പോ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു ഒപ്പോണ്ടൊരു കുഞ്ഞു കുഞ്ഞു സാധനം കണ്ടാ, അവിടെ എത്തി നോക്കി കുഞ്ഞു സാധനം കണ്ടാ. അപ്പോ കുഞ്ഞട ഞാനങ്ങ് തൂക്ക് കൊണ്ടുപോവാ. കഴിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞാണ് അച്ഛാ ഉപദ്രവിക്കും. ഞങ്ങളങ്ങനെ എക്കോ പോയിന്റ് എത്തിയിരിക്കുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. നമുക്കിനി എക്കോ പോയിന്റ് കാണാം. നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് കാണാം. കേൾക്കുന്നുണ്ടോ? ആ, നമ്മൾ മയക്കൊക്കെ വാങ്ങിക്കാനുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട്. നമുക്കിനി എക്കോ പോയിന്റിലോട്ട് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, വലിയ തിരക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയല്ല. സീസൺ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട്, നല്ല തിരക്കായിരിക്കും. അപ്പോൾ വലിയ തിരക്കില്ല. ഒരു ക്യാപ്പ് വാങ്ങിക്കാൻ വേണ്ടി കുറേ സമയം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓരോന്നോരോന്ന് മാറ്റി വെച്ച് ഫേസ് നോക്കുന്നു, ക്യാപ്പ് മാറ്റി വെച്ച് നോക്കുന്നു, എന്തൊക്കെ പരിപാടി കണക്കാണ് ഇവിടെ. കൊള്ളാം. ഗൈസ്, ഞങ്ങളങ്ങനെ എക്കോ പോയിന്റിലെത്തി. വലിയ തിരക്കൊന്നുമില്ല, അത്യാവശ്യം സീസണായതുകൊണ്ട് ആൾ കുറവാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും സ്ഥലത്ത്. ആളങ്ങനെ ഭയങ്കര കുറവാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറേ പശു ഇപ്പോൾ ഉണ്ട്, ആനയൊന്നും കാണാനില്ല. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങളെ ബോട്ടിങ് കയറാമെന്ന് വിചാരിച്ച് പിന്നെ മടിച്ചു. പേടി വലിയ പേടി. അതിന് ലിവറുണ്ട്. ആ ലിവർ തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇഷ്ടപ്പെടുത്തിട്ട് പോകും. പിന്നെ തളരി ഈ സാധനം ചവിട്ടി അത് ഒരു മെയിൻ പണിയാണ്. പക്ഷേ നമ്മുടെ എന്തോന്ന് കലോറിയൊക്കെ ബാൻ ചെയ്തിട്ട് അതെനിക്ക് അറിഞ്ഞൂടാ, അത് ഞാൻ കയറിയിട്ടില്ല. പഠിക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് എക്കോ പോയിന്റ്. പിന്നെ എക്കോ പോയിന്റ് ഡാമാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, ഹിൽ സ്റ്റേഷൻ. എന്തായാലും അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോകുന്ന വഴി കാണാം. ഓക്കെ, ബൈ. നമ്മൾ കഴിക്കാൻ ഇറങ്ങി. മാഗി, അച്ഛൻ ചൂട് ചായ കുടിക്കുന്നു. എനിക്ക് നോമ്പായതുകൊണ്ട് വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ മാഗി കഴിക്കുകയാണ്. മാഗി പശു അയവറുക്കുന്ന കണക്ക് അച്ഛൻ ചക്ക വറ്റിൽ അയവറുത്ത് പോണു. ഞാൻ ഡാർക്ക് ഫാന്റസി അയവറുത്തോടെ ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. ഇന്നലെ മുതലേ എന്റെ ഫുഡ് ഇതായിരുന്നു, എനിക്കിത് മതി. ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ മാഗി കഴിച്ചു, അച്ഛൻ ഒന്നും കഴിച്ചിട്ടില്ല. ചായ കുടിച്ചു, ചക്ക വറ്റിൽ കഴിക്കുന്നു. 2:30 ആവുന്ന ടൈം, ഇതുവരെ ഫുഡ് കഴിച്ചില്ല. നമ്മളിനി എപ്പോഴാണ് അടുത്ത സ്ഥലത്ത് എത്തുന്നതെന്ന് പോലും അറിയില്ല. വഴിക്കൊന്നും കടകളൊന്നും ഇല്ല, ഇനി അവിടെ എത്തിയിട്ട് കാണുമായിരിക്കും. എന്നിട്ട് അച്ഛൻ ഇതുവരെ ഒന്നും കഴിക്കാണ്ട് പട്ടിണി കടന്ന് പോവുകയാണ്. ത്യാഗം, ഒരു ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടല്ലോ. ദൈവമേ, വലിയ ഡയലോഗ് അടിക്കുന്നത്. എന്നെ കാണാൻ മറ്റേ കിലുക്കത്തിലെ രേവതി കണക്കുണ്ടെങ്കിൽ ക്ഷമിക്കുക. അല്ല, ക്ഷമിക്കണ്ട, കമന്റ് ചെയ്തോ. ഞങ്ങള് റീൽ എടുക്കാൻ പോകുന്നു. മറ്റേ ഊട്ടിപ്പട്ടണം ചുമ്മാ വേണ്ട. അയ്യോ, ഞാനിപ്പം ആ പാട്ടൊക്കെ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് കളയും. ഞാൻ പാടി എന്തായാലും ഭയങ്കര ലെങ്തി ആയിരിക്കും. ഇവിടുത്തെ റോഡൊക്കെ ഇച്ചിരി നന്നായിട്ട്. ഇതിൽ കാണുമ്പോൾ എനിക്ക് ഇത്ര മുടിയേ ഉള്ളൂ എന്ന് തോന്നണം. നോക്ക്, ഇല്ല, എനിക്ക് നിറയെ മുടിയുണ്ട്. നിറയല്ല, ഇച്ചിരി നീളത്തി. എന്തോ കുത്ത് മുള്ളു കണക്ക് നട്ട് വിട്ടിട്ടുണ്ട്. ഇല്ല, മറ്റേ തേയില കുണ്ടല ഡാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. കുണ്ടല മലയാള ഭാഷ സംസാരിക്കാനുള്ള
ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ സാധനങ്ങളെല്ലാം കൈകാര്യം ചെയ്യും. പക്ഷെ മലയാളം എനിക്ക് എല്ലാം അറിയാം. എല്ലാം ഒന്നുമല്ല, എനിക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. ഇംഗ്ലീഷ് അങ്ങനെ ഒരുവിധം അറിയാം. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഇല്ല, ഒരുവിധം അറിയാം. ഹിന്ദി ഒരുവിധം അറിയാം. ഹിന്ദി നന്നായിട്ട് അറിയാം. തമിഴ് ഒരുവിധം അറിയാം. തമിഴ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അത് പ്രമാണിച്ച് ഞങ്ങളൊരു ആളെ വിളിച്ചു. ഒരു തമിഴ്നാട്ടിലുള്ള ഒരാളെയാണ് വിളിച്ചത്. എൻ്റെ ദൈവമേ, അവരോട് സംസാരിച്ച് ഞാൻ വേർത്തു. ലിറ്ററലി ഞാനൊരു 5 മിനിറ്റ്സ് സംസാരിച്ചോളൂ. അത് ഞാൻ കരുതി അതിന്റെ വാൽ എന്റെ മുഖത്തിരുന്നു. ഞാൻ കണ്ണടച്ചോളെ പശു നിന്നേറോ. ഞങ്ങൾ കുണ്ടലയിലെത്തിയിരിക്കുന്നു. വീഡിയോ എടുക്കുന്നത് അച്ഛൻ എന്താണ് ആലോചിച്ചോണ്ടിരിക്കണ? വണ്ടിയെട് അങ്ങോട്ട്. ഇവിടെ വണ്ടി ഇട്ടിട്ട് പോണോ അല്ലേ? നമ്മള് കുണ്ടല ഡാം എത്തി. നമ്മള് നടന്ന് അങ്ങോട്ട് പോവാൻ പോവുകയാണ്. ആൾക്കാര് ബൈക്കിലൊക്കെ പോണുണ്ട്. ഇങ്ങോട്ടല്ലേ? കാർ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കാണുമെന്ന് അറിയില്ല. സോ ഡാമല്ലാതെ എന്താ ഉള്ള ഇനി അങ്ങോട്ട് മുന്നോട്ട്? എന്തോ ഉള്ളതെന്ന് പോലെ അറിയാണ്ടാണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഓ ഞാനും കണ്ടു. അതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ കണ്ടു. അത് അപ്പുറത്ത് നോക്കി ഇവിടെ പോയി ചെറിയ വെയില് കൊണ്ടിട്ട് വരാം. അത്രേ ഉള്ളൂ. ഞങ്ങൾ പൈസ കൊടുക്കാതെ ഡാം കണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. കാണിച്ചോ? വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ്. നില്ല് ഇതാണ് ഡാം, കുണ്ടല ഡാം. കുണ്ടല ഡാം കണ്ടല്ലോ എല്ലാരും? കണ്ടല്ലോ. നിങ്ങൾ മൂന്നാർ വരാണ്ട് നമ്മൾ കുണ്ടല ഡാം കാണിച്ചു തന്നിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിൽ ഇറങ്ങിയില്ല. ഫോൺ ഇപ്പൊ എന്റെ തറയിൽ പോവും. ഞങ്ങളൊരു അടിപൊളി സ്റ്റാൻഡ് വാങ്ങി. എന്തായാലും യാത്രയ്ക്ക് അത് നല്ലതായി. യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ കുറെ വീഡിയോസ് ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. വരിയെല്ലാം അല്ല, അതൊക്കെ നിങ്ങൾ ആദ്യമേ കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ടൊക്കെ. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ഇനി തിരിച്ചു പോവാം. തിരിച്ചൊരു വലിയ ഫാക്ടറി ഉണ്ട്, എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് എന്തോ ഉള്ളതെന്ന് പോലും അറിയില്ല നമുക്ക്. പോവാണ് എങ്ങോട്ടൊക്കെയോ പോകുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനി ട്രിപ്പ് പ്ലാൻ വണ്ടിയില്ലേ? അവരോട് ചോദില്ലേ? നമ്മളപ്പോ ഒതുക്കിയിട്ടിരിക്കണം. അവിടെ നിന്നടുത്ത് ചോദില് പതുക്കെ പോ. അങ്ങോട്ട് ഇനി എന്താ ഉള്ളത്? ഒരുപാട് എത്ര കിലോമീറ്റർ വരും? ടോപ്പ് സ്റ്റേഷനാണ് നീ കാണേണ്ടത്. അത് കാണണ്ടേ? ഏറ്റവും ടോപ്പിൽ പോണ്ടേ? ഓക്കെ, അപ്പൊ നമ്മള് ടോപ്പ് സ്റ്റേഷൻ കാണാൻ പോവുകയാണ്. ടോപ്പ് സ്റ്റേഷൻ ആൻഡ് വട്ടവട പോവോ? വേണ്ട. ടോപ്പ് സ്റ്റേഷൻ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൈൻ ബോർഡ് കണ്ടേ ആന ക്രോസ് ചെയ്യണ ഏരിയ ആണെന്നും പറഞ്ഞ്. ആന ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോവാൻ പാടില്ലെന്നാണല്ലേ? എന്തൊക്കെയാണെന്ന് നോക്ക്. തേയിലത്തോട്ടം. മേഘങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടത്തെ. നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടത്തെ. എല്ലാം വണ്ടർഫുൾ. ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ ആർക്കും. അതുകൊണ്ട് നമ്മളെ വിളിക്കാനും പറ്റത്തില്ല, നമുക്കും ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ജിപേ യൂസ് ചെയ്യാൻ വഴിയില്ല. അതാണ് ഇവിടുത്തെ ഒരു പരിപാടി. കുറച്ച് ക്യാഷ് കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം ജിപേയിലാണ് പരിപാടികൾ. ഇവിടെ ജിപേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഒന്നും നടക്കില്ല. ഒന്നും വാങ്ങാനും കഴിക്കാനും വാങ്ങാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ചില കടകളിൽ അവർ തന്നെ നമുക്ക്
വൈഫൈ അവർ ഓണാക്കി തരും. അങ്ങനെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് പേ ചെയ്യാനൊന്നും പറ്റില്ല. ഇതിന് ലാസ്റ്റ് നമ്മുടെ ട്രാവലിങ്ങിന് എത്ര രൂപയായി, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ. ഇല്ല, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് പോവാം. പക്ഷെ പെട്രോളാണ് ഇച്ചിരി സീൻ നമ്മുടെ ഇതിൽ. ബാക്കി റൂമും കാര്യങ്ങളും ഒക്കെ വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തതായിരുന്നു നമ്മളെടുത്തത്. പക്ഷെ നൈസായിരുന്നു, നല്ല വൈബുള്ളൊരു ഏരിയ ആയിരുന്നു. പക്ഷെ നമുക്ക് മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല. ഇച്ചിരി വെളുപ്പിന് എഴുന്നേറ്റിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇതിന്റെ മേളിൽ കയറുന്നു നമ്മള്. ടോപ്പ് സ്റ്റേഷൻ ആകുമ്പം ചിലപ്പം അത്രയും പോകുന്നില്ലായിരിക്കും. അപ്പൊ എല്ലാരും ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ട്രിപ്പ് പോകണം അല്ലേ. നമ്മള് കൊറേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് നടന്നത്. പക്ഷെ നല്ല രസമാണ്. നമ്മൾ രണ്ടുപേരും മാത്രം ആയപ്പോഴും ഫാമിലിയായിട്ട് പോകുന്നത് വേറൊരു വൈബാണ്, അത് രസമാണ്. രണ്ടുപേരും മാത്രമായിട്ട് പോകുമ്പോൾ അത് വേറൊരു വൈബ്. കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതായിരിക്കും. ഇനി അടുത്തൂടെ എവിടെയെങ്കിലുമൊക്കെ. ഞാൻ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ പൊന്മുടി കണ്ടിട്ടില്ല. അങ്ങനെ കുറേ ആലപ്പുഴ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് കള്ള് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കള്ള് കുടിച്ച് ടെസ്റ്റ് ചെയ്യാല്ല, കള്ളിന്റെ ടേസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തോ എനിക്കൊരു ആലപ്പുഴ, എൻ്റെ നോമ്പ് കഴിഞ്ഞിട്ട് ആലപ്പുഴയിൽ ഒരു തവണ പോകണം. ആലപ്പുഴ പോയി കള്ള് ഷാപ്പിൽ പോയി മറ്റേ മീന് കഴിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പം അവിടെ പോകണം, പൊന്മുടി പോകണം. അപ്പം നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങളെ നമ്മുടെ കൂടെ, നിങ്ങളെ നമ്മൾ കൂട്ടുന്നതായിരിക്കും. പറയണ്ടേ? അപ്പൊ ഇനി നമ്മുടെ ഈ ട്രിപ്പിന്റെ ബഡ്ജറ്റ് എത്രയാന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല, എല്ലാം സ്വന്തമായിട്ടായിരുന്നു. വണ്ടി നമ്മുടെ തന്നെയാണ്. പിന്നെന്തായിരുന്നു, റൂമും നമ്മൾ തന്നെ എടുത്തതാണ്. അല്ലാതെ ഏജൻസി വഴിയൊന്നും അല്ല നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ എത്രയാവുമെന്നും ഒക്കെ നമ്മൾ വഴിയെ അത് വീട്ടിലെത്തിയിട്ട് നമ്മളൊരു വീഡിയോ അതിനായിട്ട് ബഡ്ജറ്റ് എത്രയായെന്നൊക്കെ രീതിയിൽ ഇടാം. ഓക്കെ. അപ്പം ഇനി നമ്മൾ എവിടെയായിരുന്നു? ഹിൽ സ്റ്റേഷൻ, ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. എനിക്ക് ഹിൽ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. ഹലോ, അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലെത്തി. അല്ല, എന്തോ ടോപ്പ് ഹില്ലിൽ, എന്തോ ടോപ്പ് സ്റ്റേഷനാ. പക്ഷെ ഫോൺ ഊട്ടിക്കൊണ്ട് ചെയ്യാനിവിടെ റേഞ്ച് അടുത്ത് താഴോട്ടുള്ള ഏതെങ്കിലും സ്ഥലം. ടോപ്പ് സ്റ്റേഷൻ, ടോപ്പ് ഹില്ല് അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ വരില്ലേ? അങ്ങനെയല്ല, കാണാം. ഫസ്റ്റ് ഊട്ടിയൊക്കെ കാണാൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഒരു മലമണ്ടയ്ക്ക് വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തല്ലേ, അപ്പോൾ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് വരാം. ഇച്ചിരി നടക്കാനുണ്ട്, എന്നാലും ഓക്കെ. കാണിച്ചു തരാം. ഇതാണ് സംഭവം. കൊള്ളാം, നല്ല വൈബാണ്, കുഴപ്പമില്ല. അത്യാവശ്യം ഓക്കെയാണ്, സെറ്റാണ്. ഹലോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം. ഓക്കെ. ഞങ്ങളങ്ങനെ വീക്ക് തന്നെ കഴിഞ്ഞ് എവിടെ? ടീ ഫാക്ടറി എന്താണല്ലേ, ടീ ഫാക്ടറി എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. ജിപേ വർക്കിംഗ് അല്ലാത്തതല്ല, നെറ്റില്ല, നെറ്റ്വർക്ക് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിൽ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, സ്ഥലമല്ല, വ്യൂ പോയിന്റിലോട്ട് കയറി കാണിച്ചു തരാം.
ഇതാണ് വ്യൂ പോയിന്റ്. പക്ഷെ അങ്ങനെ വലിയ വ്യൂ പോയിന്റ് ഒന്നുമില്ല. കഴിഞ്ഞു. ഫാക്ടറി കാണിച്ചു തരാം. ദിസ് ഈസ് ഫാക്ടറി. ഞങ്ങൾ ഫാക്ടറി കഴിഞ്ഞാണ് ഇങ്ങോട്ട് കയറിയത്. ഫാക്ടറിയുടെ ഫ്രണ്ട് കാണിച്ചു തരാം. കൊള്ളാം. അത്യാവശ്യം എന്തെങ്കിലും തേയില ഫ്രഷ് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ കയറിയാൽ കിട്ടും. ഇതാണ് ടീ ഫാക്ടറി. അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തണുപ്പുണ്ട്, മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ ടീ ഫാക്ടറി കണ്ടു. എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റില്ല. അക്കൗണ്ടിൽ മാത്രമേ ഉള്ള ക്യാഷ്. ആരും അക്കൗണ്ടിൽ മാത്രം ക്യാഷ് ഇട്ട് ഇവിടെ വരരുത്. എന്തെങ്കിലും കയ്യിൽ കുറച്ച് കാശ് എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ബൈ. ഓക്കെ അല്ലേ? ഹായ് ഗൈസ്, ഞങ്ങളങ്ങനെ മൂന്നാറൊക്കെ മൊത്തം കറങ്ങി. ഭയങ്കര ഒച്ചയാണ് പുറത്ത്. ടീ മ്യൂസിയത്തിൽ പോയി, കയറാൻ പറ്റിയില്ല. ക്ലോസിങ് ടൈമായി. അങ്ങനെ അത് നഷ്ടമായി. ഒന്നും കേൾക്കുമെന്ന് തോന്നുന്നില്ല, ഭയങ്കര സൗണ്ടാണ്. ഞങ്ങളിനി പർച്ചേസിങ്ങിനിടയ്ക്ക് ഞങ്ങളെ കാണാം. ഓക്കെ, ഭയങ്കര വഴിയെ കാണിച്ചു തരാം. അങ്ങനെ വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്യാൻ തോന്നില്ല, ചെറുതായിട്ടൊക്കെ. ഭയങ്കര തിരക്കാണ്, ഫുള്ള് തിരക്കാണ്. റോഡൊക്കെ ഒരു വണ്ടിയും ബഹളമൊക്കെയാണ്. അപ്പോൾ ഇനി ഇടയ്ക്ക് കാണാം. ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളത്തേനായിരിക്കും. അറിയത്തില്ല, അതൊന്നും തീരുമാനിച്ചില്ല. നിങ്ങളിതാ തന്നെ കൊണ്ട് നടക്കുകയാണ്. സമയം 6 മണിയും കണ്ടോ ആയി. മഴയുണ്ടെന്ന് തോന്നുന്നു. മഴയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ മഴ പെയ്തില്ല. നന്നായിട്ട് ഇരുണ്ട് കിടക്കണമുണ്ട്. എപ്പോൾ വേണോ മഴ പെയ്യാം. അപ്പോൾ ശരി, വഴിയെ കാണാം. നിങ്ങൾ ശരി എന്തെങ്കിലും ഷോപ്പിംഗ് നോക്കട്ടെ. അപ്പോൾ ചേരാ. ഹലോ, നമ്മൾ തിരിക്കുകയാണ്. തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ വണ്ടി യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അച്ഛൻ ക്യാരറ്റ് വാങ്ങാൻ പോയി. ക്യാരറ്റും കൊണ്ടുവന്നു. 1 കിലോ അല്ല, കുറേ ക്യാരറ്റും കൊണ്ടുവന്നേക്കുന്നു. അങ്ങ് അറ്റം മുതലേ എന്നോട് പറഞ്ഞു തുടങ്ങിയതാണ്, നമുക്ക് ക്യാരറ്റ് വാങ്ങാം. എനിക്കല്ല, വീട്ടിലത്തേക്ക് അമ്മമാർക്ക് ക്യാരറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് മോന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ക്യാരറ്റ് വാങ്ങിയിരിക്കുകയാണ്. വലിയ പൈസ ചെലവുള്ളതൊന്നുമല്ല. വലിയ പൈസ ചെലവാകുന്നില്ല. ബാക്കി വൈ. ഓക്കെ, നമ്മളിനി നേരെ ഭരണങ്ങാനം പള്ളിയിലോട്ടാണ് പോകുന്നത്. ഭരണങ്ങാനം പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രിവാൻഡ്രം, ഡയറക്റ്റ് ട്രിവാൻഡ്രത്തോട്ട്. അപ്പോൾ നമ്മൾ ഇനി ഞങ്ങൾ നേരെ ഭരണങ്ങാനം പള്ളിയിലോട്ട് പോവും. 10 മണിയൊക്കെ എത്താൻ വേണ്ടിട്ട്. ഭരണങ്ങാനം പള്ളിയിൽ നിന്ന് പിന്നെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ട്രിവാൻഡ്രത്തോട്ട് പോവല്ലേ. അതൊക്കെ അങ്ങ് ആടിപ്പാടി നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകും. നമ്മൾ ഫുഡ് കഴിച്ചു, അതെടുക്കാൻ പറ്റിയില്ല. കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഇനി ഫുഡിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. വലിയ ടെൻഷൻ ഇല്ല. എനിക്കുള്ള ടെൻഷൻ ആകെ വിശക്കില്ല. എനിക്ക് തലവേദന വരും, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കാനാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അച്ഛൻ പിന്നെ ഫുഡ് കഴിക്കാറേയില്ല പൊതുവെ. അതുകൊണ്ട് പിന്നെ ഫുഡിനൊക്കെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളപ്പം നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ നോക്കിയപ്പം ഏറ്റവും കുറച്ച് പൈസ ആയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫുഡിന് നമുക്ക് അങ്ങനെ വലുതല്ല, ഒരു ചെലവും ആയിട്ടില്ല. ഇന്നലെ ഒരു നേരം കഴിച്ചത് 84 രൂപയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് കഴിച്ചത് 75 രൂപ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന്. ഇപ്പൊ ഇച്ചിരി റേറ്റ് ആയി. കാരണം ഇത് ഇച്ചിരി സിറ്റി ഏരിയ ആയതുകൊണ്ട് പിന്നെ ഞാൻ വെജ് ഫുഡാണ് കഴിക്കുന്നത്. വെജിന് ഒരു പൊതുവെ റേറ്റ് കൂടുതലാണ്. പനീറിന്റെ കറികൾക്കെല്ലാം റേറ്റ് കൂടുതലാണ്. അപ്പം അങ്ങനെ പനീർ കൂട്ടി ഞാൻ പൊറോട്ട കഴിച്ചു, അച്ഛൻ ഫ്രൈഡ് റൈസ് കഴിച്ചു. അപ്പം അങ്ങനെ ഒരു ഇച്ചിരി റേറ്റ് ആയി. 400 സംതിങ് ആയി.
അല്ലെങ്കിൽ അതും കുറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ അപ്പം നമുക്ക് ഫുഡിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഫുഡാണ് ഏറ്റവും താഴ്ന്ന ലെവലിൽ നിൽക്കുന്നത്, ബാക്കി ചിലവുകളാണ് കൂടി നിൽക്കുന്നത് നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഭരണങ്ങാനം പള്ളിയിലോട്ട് പോവാണ്. വഴിയിൽ വെച്ച് എന്തെങ്കിലും നല്ല നല്ല കാഴ്ചകൾ കാണുവാണെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഭരണങ്ങാനം പോയിട്ട് കാണാം. ഒരുപാട് ലെങ്ത് ആയി വീഡിയോ, എന്തായാലും 2 പാർട്ടായിട്ട് വരുവുള്ളായിരിക്കും. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഈ ഭാഗം വരുന്നത്. ഓക്കെ, അപ്പം ശരി, തരാം. ഭരണങ്ങാനം എത്തിയിട്ട് കാണാം ഇനി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കാണിച്ചു തരാം. ബൈ 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 ബൈ. ഗൈസ്, വീണ്ടും നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇറങ്ങുമെന്ന് പ്രതീക്ഷയൊന്നുമല്ല. അപ്പൊ നോക്കിയപ്പോൾ മൂന്നാർ ഹൈഡൽ പാർക്ക് എന്ന് കണ്ടു. അങ്ങനെ മൂന്നാറിലാണ്. അപ്പൊ ഞങ്ങൾ എത്തിയത് മൂന്നാറിലാണ്. ഞങ്ങൾ ഇതുവരെ ആ സംഭവം പറഞ്ഞിട്ടില്ല, എവിടെയാണ് വന്നത്. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സ്ഥലം പറയാൻ വിട്ടുപോയി. സ്ഥലം പറഞ്ഞിട്ടില്ല എന്നൊക്കെ. കൊള്ളാം, ചെറിയൊരു പ്ലേസ് ആണ്, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്, നല്ല തണുപ്പാണ്. ഇതാണ് സംഭവം. കൊള്ളാം, ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് വാക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം പോലത്തെ പരിപാടിയാണ് ഹൈഡൽ പാർക്ക്. അപ്പോൾ കൊള്ളാം, പരിപാടി കൊള്ളാം. ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് വെച്ച് അങ്ങനെ ചെറിയ അറേഞ്ച്മെന്റ്സും. ആനയും കടുവയും പുലിയൊക്കെ ഉണ്ട്. ഒന്നും കടിക്കൂല. കടുവയും ഇന്നലെ ചുരമൊക്കെ കയറി വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ആന വരും നടന്ന് ഭയങ്കര വിളിയായിരുന്നു. ഇങ്ങോട്ട് ഇപ്പൊ ഇനി തിരിച്ചു പോകാൻ പേടില്ല, കാരണം ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ എങ്ങനത്തെ വഴിയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ പോയ വഴിക്കൊക്കെ എല്ലാ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വലിയ പേടി തോന്നില്ല. ഇനി തിരിച്ചും നമ്മൾ ആ വഴി തന്നെ ആയിരിക്കും പോകുന്നത്, അതൊന്നും പേടിയില്ല. പക്ഷെ ഇന്ന് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ, ഇവിടെ ആയിരുന്നു വ്യൂ പോയിന്റ് ഒക്കെ പോയപ്പോൾ, അവിടെ ആന ഇറങ്ങുന്ന പ്ലേസ് ആണെന്ന് പറഞ്ഞ കണ്ട് ബോർഡ് കണ്ടതേ ഉള്ളൂ. വേറെ ഒന്നും ഇറങ്ങിയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. ആനയുടെ പിണ്ടം പോലും കണ്ടില്ല ഞങ്ങള്. കുറെ കുതിരകളുടെ കാഷ്ടം മാത്രം കണ്ടതേ ഉള്ളൂ. അങ്ങനെ വേറെ ഒന്നും ഇല്ല. ഇപ്പം ആന ഇപ്പം ഉണ്ട്. അതുപോലെ പറഞ്ഞതുപോലെ നമ്മുടെ തൊടാത്തൊരു സാധനമാണ്. അങ്ങനെ കൊള്ളാം, സ്ഥലം കൊള്ളാം. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഐ ലവ് മൂന്നാറിനടുത്ത് എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ഐ ലവ് മൂന്നാർ. നൈസാണ്. ഞങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ മൂന്നാറല്ല, ഐനാറെന്നിങ്ങനെ എന്തെങ്കിലും വായിക്കുമായിരിക്കും. ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയത്, ഞങ്ങൾ വന്നത് മൂന്നാറാണ്. മൂന്നാറെത്തിയെന്ന് പറഞ്ഞത്. ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം. ശംഖൂതം വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശംഖൂതം. എന്തായാലും ആനയൊക്കെ കണ്ടിട്ട് വരാം. നല്ലൊരു എമണ്ടൻ ആനയുണ്ട് ഇവിടെ. അപ്പം ഇതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ തൂക്കിയെടുത്ത് അറിയായിരിക്കും. ആനയായിട്ടൊരു സെൽഫി. ആനയായിട്ട് സെൽഫി. എങ്ങനെയുണ്ട് ആന? എങ്ങനെയുണ്ട് ഗൈസ്? ആനയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ തോട്ടി എങ്ങനെയുണ്ട് ഗൈസ്? ആനയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന തോട്ടിയല്ല തൊട്ടി. അങ്ങനെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് ഹൈഡൽ പാർക്ക് കൊള്ളാം. ഹൈഡൽ പാർക്കിന്റെ ലൊക്കേഷൻ ഇട്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ വന്നത്. പക്ഷെ അങ്ങോട്ട് പോയപ്പോ നമ്മൾ കണ്ടു, പക്ഷെ കേറണം എന്നുള്ളൊരു ഇതിൽ ഒന്നും തോന്നിയില്ല. ഇപ്പോഴാണ് കേറിയപ്പോ കൊള്ളാം. പക്ഷെ ടിക്കറ്റ് ഒരാൾക്ക് 80 രൂപയാണ്. അത്രയ്ക്ക് ഉള്ളതൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് നൈസായിട്ടുണ്ട്, സെറ്റ് ചെയ്തിരിക്കുന്നത്. അറേഞ്ച്മെന്റ്സ് അടിപൊളിയാണ്. അതും കൊള്ളാം. ഈ ചെടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. എല്ലാം കൊള്ളാം. ഈ ഒരു പിരമിഡ് പോലത്തെ സെറ്റ് ചെയ്തിരിക്കുന്നു. ചോക്ലേറ്റ് സിറ്റി. ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ മൂന്നാറിൽ. ഇങ്ങ് ദൂരെ കാണാമെന്ന് അറിഞ്ഞൂടാ, ഒരു ഒട്ടകമൊക്കെ ഉണ്ട്. മരുഭൂമിയിലെ ഒട്ടകം ചൂട് കാരണം മൂന്നാറിലോട്ട് വന്നിട്ടുണ്ട്.
പ്ലേ ഗ്രൗണ്ട്. യെസ്. അപ്പോ ഇല്ല, അങ്ങോട്ടൊക്കെ പോയി ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ. അക്വേറിയം. ആ, അക്വേറിയം ഉണ്ടെന്ന് സെപ്പറേറ്റ് എന്താണ് ടിക്കറ്റ് ആണെങ്കിൽ ഞങ്ങൾ കയറുന്നില്ല. ശരിയാ. അതിന് മാത്രം അവിടെ ഇരിപ്പുണ്ടവര്. അതിന് മാത്രമുള്ളൊന്നുമില്ല. ഒട്ടകം ഇച്ചിരി ചെറുതായി പോയെന്ന് തോന്നുന്നു. സൂക്ഷിച്ചു പോയി. മൂന്നാറിൽ തണുപ്പ് കൊണ്ടപ്പോൾ ഈ സൈസിലൊരു മാൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്. പപ്പ വാങ്ങിച്ചു. അവിടെ പപ്പയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്റ്റാച്യൂസ് ഒക്കെ ഒരു കുറേ ഉണ്ട്. പുലിയുണ്ട്, പുലിയല്ല, സിംഹമുണ്ട്, 2-3 ഒരു മാനുണ്ട്, മുയലുണ്ട്, കൊക്കുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. റോപ്പ് വേ ഒക്കെ ഉണ്ട് മേളിൽ കൂടെ. ആരും കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. റോപ്പ് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ലേറ്റ് ആയല്ലോ, 6:30 സമയം. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു തുടങ്ങി. അവിടെ പപ്പയും അമ്മയും വിളിയാണ്. എവിടെ എത്തി, എപ്പെത്തും, നോക്കിയൊക്കെ വരണം, പതിയെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വാവ വിളിച്ചിട്ടുണ്ടായി. അവൾ ചെന്നൈയിലാണ് ഇപ്പോൾ. ചെന്നൈയിൽ നിന്ന് തിരിച്ചു. അങ്ങനെയൊക്കെ കൊള്ളാം. ഹൈഡൽ പാർക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ പുറത്തോട്ടിറങ്ങാൻ വേണ്ടിയുള്ള വഴി എത്തിയെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേർക്ക് മാത്രമേ അവിടെ കളിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. തറ വയ്ക്കറി. ഹലോ, പിന്നെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഭരണങ്ങാനം സെൻറ്റ് അൽഫോൺസ ചർച്ച്. നമ്മുടെ അൽഫോൺസ അമ്മയുടെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. നേരെ കാണാൻ പറ്റില്ല, ലൈറ്റ്സ് ആണ്. ഈ രാത്രിയായപ്പം ലൈറ്റും കൂടെ ആയപ്പോഴത്തേനും നേരെ കണ്ടുകൂടാ. അപ്പോൾ പോണ വഴിക്കായതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. എന്താ കേരളയിലോട്ട് ഗൈസ്. 18ാം പടി പോലെ 500 പടി ഉണ്ടെന്ന് തോന്നുന്നു. കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അൽഫോൺസ് അമ്മേൻ്റെ പള്ളിയിലോട്ട് ഞങ്ങളിതാ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെയാണ് അൽഫോൺസ് അമ്മയെ അടക്കിയിട്ടുള്ളത്. നല്ല പള്ളിയാണ്, ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. നല്ല. ഇനി ഞങ്ങൾക്ക് പിന്നെ കാണാം. ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ശരി.